ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഏട്ടനും മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. 7:15 ഉള്ളൂ സമയം. അപ്പം ഞാൻ കുറച്ചുകൂടെ നേരത്തെ എണീക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി ലേറ്റായി കേട്ടോ. ആർക്കും പോകാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പതുക്കെ ആക്കിയാൽ മതിയല്ലോ ചായയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നലെ കിടക്കുമ്പോഴേ പറഞ്ഞു കേട്ടോ ലീവാണ്. ചില ദിവസങ്ങളിൽ പോക്കുണ്ട് കേട്ടോ ഞായറാഴ്ച, അതുകൊണ്ടാണ് തലേ ദിവസം പറഞ്ഞത് നാളെ ലീവാണ്. അപ്പോൾ നീ വേണേൽ വീഡിയോ എടുത്തോ, ഞാൻ സഹായിച്ചു തരുന്നുണ്ട്, ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കരുതി ഈ ഒരു ദിവസം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇതുവരെ ഇട്ടിട്ടില്ല ഞാനായാലും കൃഷിയായാലും ഇതുവരെ ലോങ് വീഡിയോ ഞങ്ങളുടെ ഡേ മൈ ലൈഫ് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഒന്നിട്ട് നോക്കാമെന്ന് കരുതി. അങ്ങനെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം കൊള്ളിക്കാൻ നോക്കാം. അപ്പോൾ രാവിലത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ തുടങ്ങിയിട്ട് എണീറ്റ് വന്നിവിടെ ഇരുന്നിട്ടേ ഇല്ല. കിച്ചണൊന്നും തുറന്നിട്ടേ ഇല്ല, കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല, ഡോറ് പോലും ഞാൻ തുറന്നിട്ടില്ല. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് പണികളൊന്നും കൂടുതലൊന്നുമില്ല. മുറ്റവും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി അടിക്കാറുണ്ട്. ഡെയിലി അങ്ങനെ കാടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പോയി നോക്കാം. ഇന്നലെ കുറച്ച് അലമ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട് കുത്തുന്ന ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെ ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ കുറച്ചൊന്ന് വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ചായക്കുള്ള പണി നോക്കണം. ഏട്ടനും മക്കളൊക്കെ നല്ല ഉറക്കാട്ടോ. അവർ കിടന്നുറങ്ങിയിട്ട് നമ്മൾ വെറുതെ അലസാക്കേണ്ട. ഒരു നല്ല കിടന്നുറങ്ങിക്കോട്ടെ. ലീവൊക്കെ ഉള്ള ദിവസമല്ലേ, അവർ കിടന്നുറങ്ങട്ടെ. ഞാൻ എണീറ്റ് വന്ന് ഫ്രണ്ടിൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുറന്ന് കൊലയിലൊക്കെ വന്ന് നോക്കി തിരിച്ചു പോയിരുന്നു. അന്നേരമാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. മഞ്ഞൊക്കെ പോയിട്ടോ. അപ്പം അങ്ങനെയൊന്നുമില്ല. വെയിലൊക്കെ വന്ന് ചൂടൊക്കെ ആയില്ലേ, മഞ്ഞൊന്നുമില്ല. അല്ലാണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും നല്ല കോട പോലെ വന്ന് നിൽക്കാനും. അപ്പം അങ്ങനെയൊന്നുമില്ല, ഒക്കെ പോയി തുടങ്ങി. അതാ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ കുറച്ചൊന്ന് അലമ്പാക്കിയിട്ടുണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇതാണത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കിച്ചണിലേക്ക് പോകണം. കിച്ചണിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് സമയം എണീറ്റിട്ട് ഒരു 7:30 ഉണ്ട്. 7:15 എണീച്ചല്ലേ. അപ്പോൾ കുക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കറണ്ട് പോയി ഗൈസ്. അപ്പം ഇനി കുറച്ച് പണിയുണ്ട്, അതൊക്കെ തീർക്കട്ടെ. ധാർമ്മികവും എനിക്ക് ഉണരുന്നതിന് മുന്നേ ചില ദിവസങ്ങളിൽ അവന് കുറച്ച് ഇറിറ്റേഷനാണ്. ഉറങ്ങി എണീച്ച് വരുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. കുറേ സമയം ഞാൻ തന്നെ എടുത്ത് നടക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മോൻ എണീക്കുന്നതിന് മുന്നേ ചായ പരിപാടി തുടങ്ങട്ടെ, എന്നിട്ട് വേണം എനിക്ക് കുളിക്കാനും. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആഡ് ചെയ്യുന്നില്ല, കാരണം വെറും കുക്കിംഗ് മാത്രമായി പോകും. അന്നേരം ഒരു കുക്കിംഗ് വീഡിയോ മാത്രമായി പോകും. അപ്പോൾ രാവിലത്തേക്കുള്ള ഞാൻ ചപ്പാത്തി മുട്ട റോസ്റ്റിലും എത്തിയിട്ട് അവസാനം. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ തുടങ്ങുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയും ചപ്പാത്തിപ്പൊടി കുഴയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ധാർമ്മിക എന്തായാലും ഞാൻ എണീച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എണീച്ച് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ സമയം കൊണ്ട് ഞാനൊക്കെ കട്ട് ചെയ്ത് വെച്ച് പാലൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുപ്പത്ത് ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ചിട്ട്, അപ്പോൾ അത് അവിടെ നിന്ന് ആകുമ്പോഴത്തേക്ക് ഗ്യാസ് വന്ന് ചായയും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാം. ചോറ് ഞാൻ അധികം അടുപ്പത്താണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ചോറ് അടുപ്പത്ത് നിന്ന് അങ്ങനെ ആയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർക്കാനേ. ഒരാൾ എണീച്ച് വന്നു കേട്ടോ. ഇന്ന് പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുറച്ച് നേരത്തെ എണീച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും, ഒരു 5-10 മിനിറ്റ്. ചില സമയത്ത് 1 മണിക്കൂറൊക്കെ ആവാറുണ്ട്. തോളിന്ന് ഇറങ്ങാറേ ഇല്ല. ധാർമ്മിക ഒരു ഹായ് പറയൂല. ഉറങ്ങി എണീച്ച ഒരു കളിപ്പിലാണ് ഞങ്ങൾ, അല്ലേ അല്ലേ? ഹായ് പറയൂ. മോന് കറണ്ട് പോയില്ലേ, അപ്പോൾ ഫാൻ ഓഫായി. അപ്പം അങ്ങനെ എണീച്ച് വന്നതാട്ടോ.
ചിരിക്കോ? ധാർമ്മിക്കിന് പാലൊക്കെ കൊടുത്ത് ഓനെ സെറ്റ് ചെയ്തിട്ടോ. ധാർമ്മിക്ക് പാൽ വെച്ചാ പാൽ കുടിക്കുകയാണോ? കുടിച്ചോട്ടോ. കുറച്ച് സമയം കഴിഞ്ഞാൽ ദേവൂട്ടിനെ ഉറങ്ങി എണീച്ചിട്ട് ഏട്ടനും അനിയനും കുളിയൊക്കെ കഴിഞ്ഞ് അതുപോലെ കളിയിലാട്ടെ. ഇനി ഇവലെ മരണ കളിയായിരിക്കും. കളിയോട് കളി. ഒരു ധാർമ്മിക ഒരു ഹായ് പറയോ? ദേവോ ഇന്നെന്തൊക്കെയാ പ്ലാന്? എന്തൊക്കെ എഴുതാനുള്ളൊക്കെ എഴുതി വെച്ചോങ്ങി? ഇല്ല, അതൊക്കെ ഒന്ന് എഴുതി തീർക്കണം അല്ലേ? സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാണ്ടില്ലേ നമുക്ക്? ഫൈനലി നമ്മളെ ഏട്ടന് എണീച്ചു. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇല്ല. അങ്ങനെ ഏട്ടന് എണീറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പണി കുറഞ്ഞു കേട്ടോ. വീഡിയോ ഒക്കെ ഏട്ടന് എടുത്ത് തരാൻ തുടങ്ങി. അപ്പോൾ വേഗം ക്ലീനൊക്കെ ചെയ്ത് അടിച്ചു വാരി തുടയ്ക്കാനും അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു വാരി ക്ലീനൊക്കെ ചെയ്യാണ്. അതൊക്കെ ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ വേഗമൊക്കെ പണി തീർത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടനുള്ളവരെ കൊണ്ട് മക്കളൊക്കെ ഏട്ടൻ നോക്കി. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ ഏട്ടൻ അവർക്ക് പപ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവർ രണ്ടാളും പോയി വാങ്ങിച്ച് വന്ന് ഒരാൾ തന്നെ ഷോപ്പിലൊക്കെ പോയി വന്നേരം അതൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് ഏട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് ആ വിഷയമല്ലായിരുന്നു. ഞാൻ ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കത് വേണ്ടത് കണ്ടായിരുന്നു. പിന്നെ അത് മതി. അപ്പോൾ ഞാൻ വേഗം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിക്കാനുള്ള പരിപാടി. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് ഏട്ടൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയതാ. ലാസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ സെറ്റായി. ഞാൻ ചായ കുടിക്കട്ടെ. മക്കൾ കുടിച്ചു. ഒരു ചപ്പാത്തി അല്ലേ കഴിച്ച് പപ്സ് കഴിച്ചു. വീട്ടിനടുത്തുള്ള പപ്സ് കൊണ്ടു കൊടുത്തു അവർക്ക്. അപ്പോൾ അത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് കരുതി. അടി തുടങ്ങിയില്ലേ? ഞാനും കഴിക്കട്ടെ കേട്ടോ. ചപ്പാത്തി മുട്ട റോസ്റ്റ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചക്കത്തേക്കുള്ളതായി. എനിക്ക് ഇന്ന് കുറച്ച് നേരം ഇന്ന് ഫുള്ള് റെസ്റ്റിലാണ്. ഞായറാഴ്ച 4 ഞായറാഴ്ചയല്ലേ ഇപ്പോൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ലീവ് എടുക്കാണ്ട് 4 ഞായറാഴ്ചയായിട്ട് ലീവ് കിട്ടാണ്ട് പേട്ട പണിക്ക് പോയിക്കൊണ്ട് നിൽക്ക്. ഇനി ഉച്ചക്കത്തേക്കുള്ള കറിക്ക് എന്തേ വാങ്ങിച്ചു തരണം അല്ലേ? ചിക്കൻ ആക്കിയാലോ? ചിക്കനോ? ചിക്കനും ചക്കയാക്കാം. ചക്കയോ? ചക്ക പറിച്ചാലോ? ചക്ക പറിക്കാം. ചക്കയും ചിക്കനും കുറേ ഞായറാഴ്ചകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചക്ക കൊയ്യാന്ന്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടൊന്ന് ഞങ്ങൾ പോയത്. അപ്പോൾ അത് മൂത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടി. അപ്പോൾ മൂക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഇന്ന് കൊയ്യല്ലോ ഏതായാലും. അപ്പോൾ ചക്കയും ചിക്കനും ചോറിന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ. അത് ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ കറിക്ക് എന്തെങ്കിലും കൊണ്ടുപോന്നിട്ട് കറി വെച്ചാൽ മതി. അപ്പോൾ മക്കൾ ഇവിടെ അല്ല കേട്ടോ. മക്കൾ അടുത്തുള്ള വീട്ടിൽ കളിക്കാൻ പോയിട്ടിട്ട് എല്ലാവരും ഞായറാഴ്ചയൊക്കെ ലീവൊക്കെ ആയതുകൊണ്ട് എല്ലാവരും എല്ലാ മക്കളും ഉണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ മക്കളും ഉണ്ട്. ഒരു 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ രാവിലത്തെ എല്ലാ കലാപരിപാടിയൊക്കെ ചെയ്താൽ ഫുൾ റെസ്റ്റ്. ചക്ക കൊയ്യാൻ വേണ്ടി പോവാണ്ട് നമ്മളെ ഏട്ടാ. നിങ്ങളെന്താ നോക്കുന്നത്? ഏത് ചക്ക കൊയ്യണം നോക്കാണ്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞോ? പോകാ കേറും നിങ്ങള്? വലിയ കാര്യത്ത് പോകുന്നുണ്ട് കേട്ടോ. കൊയ്യുന്നുണ്ട്. കയറലുണ്ട്. 1-2 പ്രാവശ്യം കയറിയിക്കില്ല നിങ്ങള്? മൂത്ത നോക്കി. എനിക്കറിയില്ല. മൂത്ത നോക്കി കൊയ്തോളി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കയറുന്നുണ്ട്. അതാ കയറി പറ്റിയില്ല അവസാനം.
ഏതാ കൊയ്യുന്നേ? നോക്കിട്ടോ പിടിച്ചേ. അവിടുന്ന് അപ്പുറത്തെ കിണറിലേക്ക് വിൽക്കുവോ? അവിടെ ഒരു കിണറുണ്ട് കേട്ടോ, അതിനകത്തേക്ക് വിൽക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കിണർ പോയിക്കണ്ടേ ചക്ക കിണറിലാവും. അവിടെ ഒരു വീടുണ്ടോ, ആ വീട്ടിലാട്ടോ മക്കൾ കളിക്കാൻ പോയിട്ടുള്ള. ചക്ക കോയിൽ പ്രോസസ്സിങ് കഴിഞ്ഞു കേട്ടോ. അതപ്പോൾ ഏട്ടൻ ഇറങ്ങുന്നുണ്ട്. ക്ഷീണിച്ചേട്ടാ. അങ്ങനെ 2 ചക്കമ്പള് കൊയ്തു കേട്ടോ. മൂത്തിക്കായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 2 ഇതേപോലെ കൊയ്ത് മൂത്തിട്ടില്ല അല്ലേ? ഒമ്പക്ക് പകുതി മതി, മറ്റു അപ്പുറത്ത് മുറിച്ചിട്ട് അവിടെ കൊടുക്കാം. 2:30 വന്നത് 2:30. മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് നിർത്തി വന്നിട്ടോ അവിടുന്ന്. ചക്കനെ പൊന്തിക്കോ ധാർമ്മിക്ക? അമ്മോ ഒന്നൂടാ പൊന്തൂല. എന്താ പൊന്താത്ത? എന്ത് പണി? ഒരു ഹായ് പറഞ്ഞേ നമ്മളെ സബിനോട്. ഇന്നില്ല, അന്ന് ഞായറാഴ്ചയല്ലേ അല്ലേ? കൊടുവാളി അവിടെ ഇട്ടിട്ടുണ്ടോ? പോവാ. നിങ്ങൾക്ക് ചപ്പാത്തി വേണോ കഴിക്കാൻ? എടാ ഭക്ഷണം വേണ്ടടാ. പോ. കുഞ്ഞങ്ങോട്ടുന്നോ ചക്ക വിട്ടുമ്പോ കുടുങ്ങും. പോവാവും. കേട്ടോ ജിത്തു കൊടുത്ത്. ഇവിടെ തന്നെ ഇരുന്ന് നന്നാക്കാന്ന് കരുതിട്ടോ. ഷീറ്റ് എന്തായാലും ഇട്ടാണല്ലോ, മണ്ണൊന്നും എന്തായാലും ആവില്ല. അപ്പോൾ ഇവിടെ തന്നെ കുത്തുന്നു. ഞാൻ റെഡിയാക്കി തരാൻ പറഞ്ഞൊക്കെ ശരിയാക്കുന്നുണ്ട്. ചക്കപ്പണി കേട്ടൻ തന്നെയാണ് കേട്ടോ അധികം എടുത്തെടുത്ത്. അപ്പോൾ വേഗം കഴിയും. ഞാൻ കുറച്ച് സമയം ഇരിക്കും. എന്തായാലും കേട്ടൻ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഇരിക്കേണ്ട എന്താ? അപ്പം എന്നോട് പറഞ്ഞ് കറിക്കുള്ള സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജിത്തുവിനെ ഇനിയിപ്പോൾ ചിക്കനോ പാർട്സോ ഇനി പോകുന്നില്ലേ? ഓക്കലൂർ പോകുന്നില്ലേ? എന്തേ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. കറി വെക്കാനുള്ള ചോറ് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ ചക്കയാക്കണം. ഉണ്ണിക്കുട്ടൻ വരുന്നുണ്ട്, കൃഷും ഉണ്ടാവും. ഞങ്ങൾക്കൊരു ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷും വരും. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യട്ടെ. ഏട്ടാ നിങ്ങളിതിപ്പോൾ റെഡിയാക്കൂലേ? ഓക്കേ. ചക്കയും ചിക്കനുമാണ് കേട്ടോ കരുതുന്നത്. അപ്പോൾ ജിത്തു ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ പോയി വരുമ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട് അവ കുക്ക് ചെയ്യാമല്ലോ അതൊക്കെ കരുതിവേ കട്ട് ചെയ്ത് വെച്ചതാണ്. ചിക്കൻ വറുത്തരച്ച് വെക്കാമെന്നുള്ളൊരു പ്ലാനിലൊക്കെ ഞാൻ തേങ്ങയൊക്കെ ചെറിയ വെച്ചിട്ടുണ്ട് അവൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തരച്ച് വെക്കട്ടെ, എന്നാൽ പിന്നെ വേഗം കഴിയല്ലോ വെക്കാൻ വേണ്ടിയിട്ട്. ചക്കപ്പണി ഇവിടം വരെ എത്തിയെന്ന് നോക്കാം. കഴിഞ്ഞോ ഏട്ടാ? കഴിഞ്ഞ് ഇനി അത് ആത്തുനിന്ന് മുറിച്ചാൽ പോരെ? ചൂട് പല്ലടയും ചൂടനെ. ഇവിടെ കാറ്റുണ്ടല്ലേ കുറച്ച്. പാത്ര ജിത്ത്. ഹേയ് ജിത്തു വന്നു. ഓർക്കെ തന്നെയാണല്ലേ സംഭവം. ചക്കപ്പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞില്ലേട്ടാ? കുളിച്ച്
തിരിച്ചു വന്ന് സമയത്രേ 1 മണിയൊക്കെ ആയി. 1 മണിയൊക്കെ ആയിട്ടോ അത് എപ്പോഴാവുമെന്ന് അറിഞ്ഞൂടാ. മൂത്തപ്പ വന്നു കേട്ടോ. കൃഷി എത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ കൃഷി? പ്രാക്ടീസ് കുറച്ച് കഴിഞ്ഞേ നടക്കുള്ളൂ. മൂത്തമാരെ കണ്ട സന്തോഷ പ്രകടനാണോ? ഇതല്ല പണിയും കഴിഞ്ഞിട്ട് കൃഷി കഴിക്കുക നമ്മള്. കേട്ട ഉണ്ണിയുടെ ചക്കപ്പുഴുക്ക്, ചിക്കൻ കറി, ചോറ്. ഇരിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു പകുതി ദിവസം അല്ലേ ഏട്ടാ? പകുതി ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം, ഒരു ഹാഫ് ഡേ. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചതായി ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചില്ലടിച്ച് കുത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.